നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. വാല്യുവേഷൻ സംബന്ധമായ SSLC +1 +2 എല്ലാം കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് നമുക്ക് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിയിരിക്കും. അത് റിസൾട്ട് വരുന്നുള്ള കാര്യം, റിസൾട്ടിന് ശേഷമുള്ള കാര്യങ്ങളെല്ലാം, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഏത് കോഴ്സുകൾ എടുത്ത് പഠിക്കണം, +2 കുറിച്ചുള്ള അങ്ങനെയുള്ള എല്ലാ നിങ്ങളുടെ എൻട്രൻസുകളെ കുറിച്ചും എല്ലാ തരം ന്യൂസുകളും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഈ ചാനലിൽ നിന്ന് കിട്ടിയിരിക്കും. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വാല്യുവേഷൻ ഏപ്രിൽ 3 തുടങ്ങുന്നു എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. ഏപ്രിൽ 3 തന്നെയാണ് വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞിരുന്ന ഒരു ന്യൂസ് കൃത്യമായിട്ട് ഒരു 90% ഉറപ്പായിരുന്നു. അതായത് സാധാരണ റിസൾട്ട് വരുന്നത് ഇപ്പൊ 2025 റിസൾട്ട് വരുന്നത് ആദ്യം 10ാം ക്ലാസ്സുകാരുടെയാണ്. നമുക്കറിയാം ആദ്യം 10ാം ക്ലാസ്സുകാർ, അത് കഴിഞ്ഞ ശേഷം +2, മെയ് അവസാനം മെയ് ഒരു 3rd വീക്ക് മുതൽ അവസാനത്തിനിടയ്ക്ക് +1. ഈ ഒരു രീതിയാണ് സാധാരണ റിസൾട്ട് വരുന്നതിൻ്റെ ക്രമം. ഈ വട്ടം അതിന് വിഭിന്നമായി സംഭവിക്കാൻ പോവാണ്. 10ാം ക്ലാസ്സിന്റെ നമ്മൾ കൂട്ടണ്ട, 10ാം ക്ലാസ് ആദ്യം തന്നെ വരും, അതിനകത്ത് സംശയം വേണ്ട. എന്നാൽ +1 +2 റിസൾട്ട് വരുന്നതിന് മുമ്പേ തന്നെ +1ന്റെ ഇംപ്രൂവ്മെന്റിന്റെ റിസൾട്ട് വരും. +1 ഇംപ്രൂവ്മെന്റ് റിസൾട്ട്, ആ പേപ്പറുകളായിരിക്കും ആദ്യം അധ്യാപകർ നോക്കുന്നത്. ആ റിസൾട്ടാണ് ആദ്യം വരുന്നത്. അതിനുശേഷം മാത്രമേ +2 വരികയുള്ളൂ. അതിനുശേഷം മാത്രമേ +1 റിസൾട്ട് വരത്തുള്ളൂ. അന്നേരം +1 ഇംപ്രൂവ്മെന്റ് എഴുതിയ കുട്ടികൾക്ക്, കാരണം അവരുടെ ആ മാർക്ക് കൂടെ ഒക്കെ ആഡ് ചെയ്തിട്ടാണല്ലോ +2ന്റെ വരുന്നത്. അന്നേരം അവർക്കൊന്ന് സേഫ് ആകാനും ഒക്കെയാണ്. അന്നേരം നല്ല മാർക്ക് എല്ലാവർക്കും കിട്ടട്ടെ. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാ കുഞ്ഞുങ്ങളും നല്ല മാർക്ക് കിട്ടട്ടെ, ജയിക്കേണ്ട കുട്ടികളെല്ലാം ജയിക്കട്ടെ, പ്രതീക്ഷിച്ച മാർക്കെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ മോഡറേഷനോ അല്ലെങ്കിൽ ലിബറലാണോ വാല്യുവേഷനൊക്കെ ഉള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് അധ്യാപകരിൽ നിന്ന് വരുമ്പോൾ മാത്രം കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കും. അന്നേരം +1 ഇംപ്രൂവ്മെന്റ് റിസൾട്ട് നിങ്ങളെ നേരത്തെ കാത്തിരിക്കും, നേരത്തെ വന്നിരിക്കും. ഓക്കെ, നെവർ എവർ ഗിവ് അപ്പ്.